നമ്മൾ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് ചാകരായിരുന്നു. പുള്ളി ഇന്ന് ചാകര നിലനിൽക്കട്ടെ. 4800. ഹായ്, സലാവുദ്ദീൻ ലക്ഷദ്വീപിൽ നിന്നാണ്. ലക്ഷദ്വീപിലെ ബിത്രാദ്വീപിൽ നിന്നാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടിയൊരു സീനാണ്. അതിൻ്റെ പുറകിൽ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? മീൻ നമ്മളെ അന്വേഷിച്ച് ബിത്രയിലേക്ക് വന്നേക്കുവാണ്. ഇതാണ് ബിത്രയുടെ പ്രത്യേകത. എൻ്റെ പുറകിൽ ഈ കൂട്ടമായിട്ട് കാണുന്നത് ചൂരയുടെ കൂട്ടമാണ്. അപ്പോൾ കിലോമീറ്ററുകൾ മൈലുകൾ ദൂരെ ബോട്ടിൽ യാത്ര ചെയ്ത് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ നമ്മളെ അന്വേഷിച്ച് ബിത്രയിൽ വന്നേക്കുവാണ്. അപ്പോൾ ആ ബിത്രയിലെ നാട്ടുകാർ മൊത്തം അത് പിടിക്കാൻ വേണ്ടി കൂടിയേക്കുവാണ്. അപ്പുറത്ത് ബോട്ടുമായിട്ട് വള്ളവുമായിട്ടുണ്ട്, ഇപ്പുറത്തെ ആളുകൾ വിലയുമായിട്ട് നിൽപ്പുണ്ട്. ബിത്രയിൽ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. വെളുപ്പാൻ കാലത്ത് 8:30 ആയതേ ഉള്ളൂ. രാവിലെ 8:30-9 മണി നേരമാണിത്. ഇപ്പോൾ എല്ലാവരും കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പിടിക്കാൻ പറ്റാമെന്ന് നോക്കാം. 10, 400, 500 കണക്ക് മീനുകളുണ്ടാവും എന്നാണ് പറയുന്നത്. തൊട്ടടുത്തുണ്ട്, ബീച്ചിലുണ്ട് മീനുകൾ. ഇതിപ്പോൾ 100-150 ലിറ്റർ ഡീസൽ കത്തിച്ച് മൈലുകൾ ദൂരെ ബോട്ടിൽ പോയി പിടിക്കുന്നതാണ്. അപ്പോൾ ബിത്രയിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഡ്രൈ ആയിരുന്നു. ബിത്രയിൽ മീൻ കിട്ടാനുണ്ടായില്ല, ആളുകളൊക്കെ ഡ്രൈ ആയിരുന്നു. അപ്പോൾ ആ നേരത്താണ് ഇങ്ങനെ മീൻ നമ്മൾ അന്വേഷിച്ച് കടപ്പുറത്ത് വന്നേക്കുന്നത്. കാണുന്നുണ്ടോ? വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ്. വളരെ മനോഹരവും വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ്. ഇതേ കൂട്ടമായിട്ട് വന്നിട്ടുണ്ട് മീൻ. ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. यूट्यूब में डालने के लिए आपका एक गाना भी हमको अपलोड करने का है. അടിപൊളി വിഷ്വലാണ്. ഇത് നോക്ക് മൊത്തത്തിൽ പിടിച്ച് പിടക്കുന്ന മീനിനെ. ഇതാണ് നമ്മുടെ പയ്യന്മാര് വെളുപ്പിനെ വന്നേക്കുവാണ്. രാവിലെ 8 മണി ആയതേ ഉള്ളൂ. മൈലുകൾ താണ്ടി ബോട്ടിൽ പോയി പിടിക്കുന്ന മീനിനെയാണ് നമ്മൾ ബീച്ചിൽ നിന്ന് പിടിച്ചേക്കുന്നത് ബിത്രയിൽ. ഇത് വളരെ റെയറായിട്ട് മാത്രം കാണുന്നൊരു കാഴ്ചയാണ്. ലക്ഷദ്വീപിൽ മാത്രമേ കാണാൻ കിട്ടൂ ഇങ്ങനെയൊക്കെ. ബിത്രാദ്വീപിലെ ഏകദേശം എല്ലാവരും ഉണ്ട് ഇപ്പോൾ കടപ്പുറത്ത്. കാണാവോ പിടക്കുന്ന മീനിനെ വലിച്ചേറ്റുന്ന സീന് കാണാവോ? നമ്മുടെ ബഷീറിക്കൊക്കെ വളരെ ഉത്സാഹത്തോടെ. ബഷീറിക്ക ഇങ്ങോട്ട് നോക്കും. ബഷീറിക്ക അതിൻ്റെ ഇടയ്ക്ക് ചാടിപ്പോകുന്ന മീനുണ്ട്. അതെ പോണ്ട്. നമ്മുടെ കൈയിൻ്റെ അടിയിൽ കൂടെ കാലിൻ്റെ അടിയിൽ കൂടെ ഒക്കെ മീൻ പോകുന്നുണ്ട്. ഈ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ലക്ഷദ്വീപിൽ മാത്രം കാണുന്നൊരു കാഴ്ചയാണ്. ബിത്രയിൽ മാത്രം കാണുന്നൊരു കാഴ്ചയാണ്. കാണാവോ കടപ്പുറത്ത് മീനിനെ പിടിക്കുന്ന കാഴ്ച കണ്ട? നമ്മൾ 300-400 ലിറ്റർ ഡീസൽ കത്തിച്ച് മൈലുകൾ ദൂരെ പോയി പിടിക്കുന്ന മീനാണ്. ബോട്ടിൽ പോയി രാവിലെ 3 മണിക്കും 4 മണിക്കും പോയിട്ട് വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന മീനുകൾ വെളുപ്പിന് ഇടയ്ക്ക് നമ്മൾ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ കടപ്പുറത്ത് വന്നിരിക്കുവാണ് മീനുകൾ. നല്ല പിടക്കുന്ന ചൂരയാണ്. കണ്ട എല്ലാവരും നോക്കിയിരിക്കുന്ന കണ്ട? നാട്ടുകാരൊക്കെ സഹകരിച്ച് പിടിക്കുന്ന കണ്ടോ? 2 ടീമായിട്ടാണ് പിടിച്ചേക്കുന്നത്. 2 ടീമായിട്ട് വലയിട്ട് പിടിച്ചിട്ട് എൻ്റെ കാലിലൊക്കെ കൊള്ളുന്നു. ഇതൊന്നും എവിടെയും കാണാൻ കിട്ടില്ല. ലക്ഷദ്വീപിൽ മാത്രമേ ഈ ഒരു സീന് കാണാൻ കിട്ടൂ. മീൻ പിടച്ചിട്ട് മൊബൈലൊക്കെ നനഞ്ഞു പോയി. എൻ്റെ ക്യാമറയും മൊബൈലും ഒക്കെ നനഞ്ഞു പോയി. ഇത് മീനെടുത്തിട്ട് എൻ്റെ മേത്തറിയുന്നു മെക്കാനിക്ക്.
കാണാവോ? ഇതാണ് സാധനം. ഇത് ആളുകളൊക്കെ കൂടി നിൽപ്പുണ്ട് മീൻ കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം 1 കിലോ 1.5 കിലോയോളം വെയിറ്റ് വരുന്ന ടൈപ്പ് ചൂരകളാണ്. ലക്ഷദ്വീപില് ബിത്ര ദ്വീപിൽ മാത്രം കാണുന്നൊരു കാഴ്ചയാണ്. മറ്റു ദ്വീപുകളിലൊന്നും ഇങ്ങനെ വരാറില്ല. ബിത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അന്വേഷിച്ച് മീൻ ഇങ്ങോട്ട് വരാറുണ്ട്. മീൻ എൻ്റെ മേത്തൊക്കെ വലിച്ചെറിയുന്നുണ്ട്. ഇപ്പുറത്തിനാണ് ലൈറ്റ് ഉള്ളത്. ഇദ്ദേഹം ഇവിടുത്തെ ഓതറൈസ്ഡ് ഓഫീസറാണ്. എൻ്റെ ദ്വീപിലുള്ളതാണ്, കൽപ്പേനി ദ്വീപിലുള്ളതാണ്. രാവിലെ തുടങ്ങിയുണ്ട്, 8 മണി തുടങ്ങി ഇവിടെ ഉണ്ട്. വലയുമായിട്ട് ടീംസിനെ വരാൻ അറേഞ്ച് ചെയ്തതും ഫോൺ വിളിച്ച് വരുത്തിയതൊക്കെ ഇദ്ദേഹമാണ്. അപ്പം നാട്ടുകാർക്ക് രാവിലെ തന്നെ ഒരു 1000 മീനിനെ കടലിൽ പോകാതെ സംഘടിപ്പിച്ചു കൊടുത്തു. രാവിലെ ഞങ്ങളൊക്കെ ഈ പുറകിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. കടപ്പുറത്ത് തന്നെ മീൻ വരുന്ന കാഴ്ചകളൊക്കെ ജനലേക്കൂടെ രാവിലെ തന്നെ കണ്ടായിരുന്നു. സാറ് രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ട്, ആത്മാർത്ഥമായിട്ട് ഇവിടെ ഉണ്ട് സാറ്. പാറ്റിക്കോ അങ്ങനെ കാണാവോ? ഞങ്ങളുടെ ബിത്രയിലെ കാഴ്ച കാണാവോ? എൻ്റെ നാട്ടിലെ കാഴ്ചകൾ കാണാവോ? ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? ബീച്ചിൽ അന്വേഷിച്ച് വരാറുണ്ടോ മീന്? നമ്മൾ അന്വേഷിച്ച് ബീച്ചിൽ വരാറുണ്ടോ? ഞങ്ങളിപ്പോൾ ഒരാഴ്ച ചൂരക്ക് പോയില്ലായിരുന്നു കടലിൽ. അന്നേരം നാട്ടുകാർ കടലിൽ പോകാത്ത കാരണം നാട്ടിൽ ഇച്ചിരി ടൈറ്റായിരുന്നു മീന്. പക്ഷേ ഇത് മീൻ നമ്മളെ അന്വേഷിച്ച് നിങ്ങൾ കടലിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് വന്നേക്കുവാണ്. ഏകദേശം ഒരു 1000-ന്റെ അടുത്ത് എണ്ണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഒരുപാട് എണ്ണം ചാടിപ്പോയി, ഒരുപാട് എണ്ണം വലയുടെ അടിയിൽക്കൂടെ ചാടിപ്പോയി. 2 വലകളായിട്ട് 2 ടീമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് അക്ബർ വരുന്നുണ്ട്. അക്ബർ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നു, ഇതിന് മുമ്പത്തെ ഫിഷിംഗ് വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നു. 2 കയ്യിലും 5 എണ്ണം വെച്ച് കൊണ്ടുപോകുന്നുണ്ട് അക്ബർ. വീട്ടിലേക്കാണോന്ന് അറിയാൻ പാടില്ല. വലയുടെ അടിയിൽ കൂടെ ഒക്കെ ഒരുപാട് എണ്ണം പോയിട്ടുണ്ട്, കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും മാക്സിമം ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ കണ്ടിരുന്ന നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിരുന്ന മാക്സിമം ക്യാച്ച് ചെയ്തിട്ടുണ്ട്. മനാപ്പിക്കാൻ അറിയോ? നമ്മുടെ പഴയ വീഡിയോയിലെ ഹീറോയാണ്. പണ്ട് മീനോടൊക്കുന്ന വീഡിയോ കാണിച്ചില്ലേ, അതിലെ ഹീറോയാണ്. നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ കാണണം. എല്ലാം വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർ, വീട്ടുകാർ, നാട്ടുകാർ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യണം. ഇതൊക്കെ വളരെ റെയറായിട്ട് മാത്രം കാണുന്ന കാഴ്ചയാണ്. ദേശേട്ടൻ നോർത്ത് ഇന്ത്യയിലുള്ളതാണ്, കൈ കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഇദ്ദേഹം ഇവിടെ വെക്കുകയാണ്. ഇവിടുത്തുകാരനായിപ്പോയി, ബിത്രാദ്വീപുകാരനായി 3 മാസം കൊണ്ട്. എല്ലാവരും വളരെ സഹകരിച്ച് വളരെ ആത്മാർത്ഥമായി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും എണ്ണം പിടിക്കാൻ പറ്റിയത്. വെള്ളത്തിനെ കാണുന്നുണ്ടോ? രാജ്യത്തിനൊക്കെ ചാടിപ്പോകുന്നുണ്ട്. പിടിച്ചു, ബഷീർക്ക പിടിച്ചു. ചാടിപ്പോകുന്നൊക്കെ അദ്ദേഹം പിടിക്കും. കടൽ തന്നെ ചുമന്നുപോയി. ഇത് ബീച്ചിലെ കടപ്പുറം തന്നെ ചുമന്നുപോയി ബ്ലഡ് കൊണ്ട്. അത്രയും എണ്ണം പിടിച്ചിട്ടുണ്ട്. അവര് നമ്മളെ അന്വേഷിച്ച് വന്നതാണ്, എന്നെ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് വന്നതാണ്. കാണാവോ? ഒന്നിപ്പോ ഏകദേശം 1 കിലോ ഉണ്ടാവാ. മക്കാനിക്കടിയോ? മക്കാനിക്കൽ വിഷയം കേൾക്കണ്ടല്ലേ, കാണാനല്ലോ. ഓ എടുത്ത് പാട്ടെ. അത്ര പേർക്കാ നോക്കി നോക്ക്. മക്കാനിക്ക് ഒന്ന് നോക്കി കൈ കാട്ടിയേ. ഇത് ഞാനും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കും. മറ്റ് ദ്വീപുകളിലെ ഗ്രൂപ്പുകളിലും മെയിൻലാൻഡിലെ ഗ്രൂപ്പുകളിലും കേരളത്തിലെ ഗ്രൂപ്പുകളിലും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു സീൻ എല്ലാവരും കാണണം. ബിത്രാദ്വീപിലെ സുന്ദരമായ കാഴ്ചകൾ. ഇത്രയും ചെറിയ ലക്ഷദ്വീപിലെ ആൾത്താമസം ഉള്ളതിൽ ഏറ്റവും ചെറിയ ദ്വീപായ 450 പേര് മാത്രം സ്ഥിരതാമസക്കാരായുള്ള ബിത്രാദ്വീപിലെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എന്നുള്ളത് ലോകം അറിയണം, പുറം ലോകം അറിയണം. മീൻ നമ്മളെ അന്വേഷിച്ച് ഇടയ്ക്ക് വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യമൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ
ഇപ്പം നിങ്ങൾ നേരിട്ട് കണ്ടു, നമ്മൾ ബോട്ടിൽ പോയി പിടിച്ചുകൊണ്ട് വന്നതല്ല, കടപ്പുറത്ത് കയറി വന്ന മീനിനെ നമ്മൾ വലയിട്ട് പിടിച്ചതാണ്. നമ്മൾ അന്വേഷിച്ച് വന്ന മീനിനെ നമ്മൾ പിടിച്ചെന്നേ ഉള്ളൂ. മാക്സിമം ഷെയർ ചെയ്യണം. കൽപ്പേനിക്കാരുണ്ടെങ്കിലും കവർത്തിക്കാരാണേലും ആന്ധ്രോത്ത് ദ്വീപുകാരാണേലും എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. ഇത് ചെറിയാമോനാണ്, ഇവിടുത്തെ പ്രൊഫഷണൽ ഫിഷർമാനാണ്. എങ്ങനെ നാട്ടിലായി? ആന്ധ്രോത്ത്. അലീനെ കണ്ടോ? ഞാൻ കുറച്ച് മുമ്പ് കാണിച്ചിരുന്നു, കഴിഞ്ഞ സീനിലുണ്ടായി. മലപ്പുറത്ത് നിന്നുള്ളതാണ്. ഇവിടെ സൈറ്റ് എഞ്ചിനീയറാണ് പുള്ളി. നാവൽ ബേസിന്റെ കൺസ്ട്രക്ഷനിൽ വന്ന സൈറ്റ് എഞ്ചിനീയറാണ്. അതിലെ ഇങ്ങനെ വായിക്കും.